ഗെയ്സ്, ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ ഇടാം. ഞാനിപ്പോൾ സംസാരിക്കുന്ന ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ്. ഞാൻ ട്രാൻസ്പ്ലാന്റ് മിനിങ്ങാന്ന് ചെയ്തത് കോയമ്പത്തൂർ HNS വെച്ചാണ്. നിങ്ങൾ നോക്കിയാൽ എൻ്റെ ഫ്രണ്ട് ഏരിയ സൈഡ് രണ്ടും കയറിയിട്ട് ഭയങ്കരമായിട്ട് മുടി പോയിട്ടുള്ള സമയമായിരുന്നു. എന്താണ് ഫ്രണ്ടിൽ ഞാൻ ശരിക്കും ചെറുപ്പത്തിലൊക്കെ ഒരു 2018-20 വരെ അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. പുറത്തിറങ്ങുന്ന കോൺഫിഡൻസ്, ധൈര്യം. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ആ വാക്സിനൊക്കെ എടുത്ത് കൊറോണ വന്നു. പിന്നീട് ഞാൻ ചെറിയ നാട്ടുവൈദ്യൻ്റെ ഒക്കെ അടുത്ത്, നമ്മുടെ നാട്ടിലുള്ള കണ്ണൂരുള്ള ഒരു വൈദ്യൻ്റെ ഒക്കെ അടുത്ത് പോയി. അവിടെ നിന്നൊക്കെ മരുന്ന് കഴിച്ചു, തല തേച്ചു. പിന്നെ അങ്ങ് നെറ്റിയുടെ ഈ ഭാഗത്തും അങ്ങ് കയറി, ഈ ഭാഗത്തുനിന്ന് അങ്ങ് കയറി, നടുക്ക് മാത്രം. ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. വിഗ് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പം ഒരിക്കലും പോസിബിളല്ല. നമ്മൾ മഴയത്ത് ഇറങ്ങിയാൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇറങ്ങിയാൽ നമുക്കൊരു പരിധിയുണ്ട്. പിന്നെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. പിന്നെ കാണുമ്പോൾ പറയും, കണ്ടാൽ വിഗ്ഗാന്ന് പറയും എന്നൊക്കെ ഒരു കമൻ്റൊക്കെ വരും. പിന്നെ അതിന് നല്ലത് വിഗ് വെക്കാത്ത രീതിയിലാണ്. പിന്നെ ഞാൻ കൺമഷി ഇവിടെ നിറയ്ക്ക് ഇങ്ങനെ കൈകൊണ്ട് തേക്കും, ഇവിടെ തേക്കും. ഹെയർ ഫൈബർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഹെയർ ഫൈബർ നമ്മൾ ഓൺലൈൻ വർദ്ധിച്ചിട്ട് അമ്മയിലേക്ക് തട്ടും. പിന്നീട് അത് ഉച്ചയ്ക്കൊക്കെ ഹെൽമെറ്റൊക്കെ സമയത്ത് ഒലിച്ചിങ്ങി ഇറങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കേരളത്തിലൊരു 10 ക്ലിനിക്ക് ആയിട്ട് സംസാരിച്ചു, റേറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ചിലവരൊരു 3000 മതി, അത് 80,000 രൂപയാക്കാം. ചിലർ 90,000 പറയുന്നുണ്ട്. ചില ആൾക്കാർ അതിന് 1,00,000 രൂപ പറഞ്ഞിട്ടുണ്ട്, ടാക്സ് അത് ഇത്. പിന്നീട് ഞാൻ ഈ HNS കോയമ്പത്തൂരിനെ കുറിച്ച് അറിഞ്ഞു. അവിടെ ചെന്നപ്പോഴല്ലേ സാധാരണക്കാരൻ്റെ ഏറ്റവും ബെറ്ററായ സ്ഥലം എന്ന് പറയുമ്പോൾ നല്ല റിസൾട്ട്. അതവിടെ കേരളക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. കേരളക്കാരാണ് അന്നേരം വരികയും ചെയ്യുന്നത്. അവിടുത്തെ മേഡം നല്ല രീതിയിൽ തന്നെ ആയിരുന്നു നമ്മളെ അവിടുത്തെ ബിഹേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്. അതുകൊണ്ട് ആദ്യം കൺസൾട്ടേഷൻ ചെയ്തു. പിന്നെ ഓക്കെയാണ്, ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഞാൻ പ്ലാന്റിലേക്ക് നേരിട്ട് കയറി ചെയ്തത്. നല്ല അവിടെ എല്ലാവരും ഒത്തിരി ആൾക്കാർ PRPക്കും GFCക്കും വന്നിട്ടുണ്ട്. അത് കാരണം അവർക്കിപ്പം നല്ല റിസൾട്ട് ഉണ്ട് അവരെല്ലാവരുടെയും.